ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് സിമ്പിൾ ടെക്നിക്സ് വഴി എങ്ങനെ നമുക്ക് മെഹന്തി ആർട്ട് കുറച്ചും കൂടി ഈസി ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മെഹന്തി കോൺ വേണം. അതിനുശേഷം അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആ ടിപ്പിൽ കട്ട് ചെയ്യാം. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു പേപ്പറിൽ പെൻസിൽ വെച്ച് ഡ്രോ ചെയ്തേക്കുന്ന പിക്ചർ ഇങ്ങനെ കമഴ്ത്തി വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം വെച്ചിട്ട് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് കാണാൻ പറ്റും. സോ എഗെയിൻ ഞാൻ കാണിക്കുകയാണ്. ആദ്യം പെൻസിൽ വെച്ച് നന്നായിട്ട് ഡാർക്കൻ ചെയ്തൊരു പിക്ചർ ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ മേലെ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പെൻസിൽ മാർക്സ് കാണാൻ പറ്റും. ഇത് കൂടുതലും നമ്മുടെ സ്കിന്നിനനുസരിച്ച് ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടുതൽ നന്നായിട്ട് ആ മാർക്സ് വരും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ അധികമൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ തളിക്കുന്ന വാട്ടർ അതിൻ്റെ കണ്ടൻറ്റൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ പെൻസിൽ മാർക്സ് കയ്യിൽ പതിയുക. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് മെഹന്തി വരയ്ക്കാം. സോ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഞാൻ കാണിച്ചു തന്നത്. സോ ഇൻസൈഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രോയിങ് സ്കില്ലൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മെഹന്തി വരയ്ക്കാം. സോ ദിസ് ഈസ് വൺ ഓഫ് എ ടെക്നിക്ക്. സോ ഈ ഡിസൈൻ എൻ്റെ സ്വന്തം ഡിസൈൻ ഒന്നുമല്ല, ഞാൻ വേറെ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഷോ യു ഹൗ ടു ഡ്രോ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ രണ്ട് ടെക്നിക്സ് ആണ്. സോ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഒരു ഷോള് പോലെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. സോ ഈവനായിട്ട് എല്ലാ സൈഡിലേക്കും ഒരു ഓറഞ്ച് കളറായിട്ട് വരും. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഒരു നെറ്റ് അല്ലെങ്കിൽ ഷോൾ എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫൈനൽ ലുക്കാണിത്. കുറച്ചും കൂടി ഞാൻ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇനി അടുത്ത ടെക്നിക്കിന് എഗെയിൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് പേപ്പറാണ്. ഗ്ലാസ് പേപ്പർ വേണം, പിന്നെ ഏതെങ്കിലും ട്രേസ് എടുത്ത ഒരു പേപ്പർ വേണം ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇങ്ങനെ ഗ്ലാസ് പേപ്പറിൻ്റെ മേലെ ഇങ്ങനെ ഏതെങ്കിലും പെൻ വെച്ചിട്ട് കുറച്ച് ജെൽ പെന്നൊക്കെ ആണെങ്കിലാണ് കേട്ടോ പറ്റുള്ളൂ, എല്ലാ പെൻ പറ്റില്ല. അതിനുശേഷം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ട്രേസ് എടുക്കാം. സോ പതിയെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയായിട്ടൊരു ഔട്ട്ലൈൻ വരും. നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ ജെൽ പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പം നന്നായിട്ട് ഡാർക്കനായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി വൃത്തികേടായിട്ടിരിക്കും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മെല്ലെ ലൈറ്റായിട്ട് ഡിപ്പ് ചെയ്താൽ മതി. എഗെയിൻ ഇത് വേറൊരു ഫിഗറാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെന്നിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ കയ്യിൽ ഡിപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പോൾ സിൽക്ക് പെന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ അധികം അങ്ങ് സ്പ്രെഡ് ആവില്ല. ഇത് ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടി, അത്രയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ അതർ ടെക്നിക്ക്.
ഏറ്റവും പാട് കണ്ണും പിരുകൊക്കെ വരയ്ക്കാനാണ്. സോ അതിന് കുറച്ച് ഡ്രോയിങ് സ്കില്ല് തന്നെ വേണം. ഇപ്പം എൻ്റെ കണ്ണ് കുറച്ചുകൂടി മത്തങ്ങ പോലെയൊക്കെ ആയിരിക്കും. സോ അത് നമ്മൾ നന്നായിട്ട് വരച്ച് വരച്ച് ആണ് ഇതാവുള്ളൂ, ശരിയായി വരുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന മെഹന്തിനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്കൊരു രസമായിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ ഫേസും അതൊക്കെ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ. സോ അത് ഫേസൊക്കെ വരച്ച് പഠിച്ചാൽ ഇറ്റ്സ് ലുക്സ് ഗുഡ്. കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകി തീ നിറച്ച് നീ ഞാവൽ പാഴ കണ്ണീമയ്ക്കുന്നേ മൈലാജിക്കാട് അത്തറിൻ്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ് ദിക്കരമൂളണ തത്തകളുണ്ട് മുത്തുകളായ ചൊല്ലണതിന്ത് ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തൊണ്ട് പ്രിയാനേ പ്രേമത്തിൻ തൊണ്ട് വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.